അമലെ, അൻവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. രാഷ്ട്രീയ പ്രചാരണത്തിലെ വിഷയങ്ങളൊക്കെ പലതായി ഇങ്ങനെ എടുത്തിട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു തീരുമാനം ഇങ്ങ് പറയുന്നില്ല. ഞാനിതാ UDF-നൊപ്പമാണ്, ആര്യയുടെ ശ്രമത്തിന് ഞാൻ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നുവെന്ന് അൻവർ പറയുന്നില്ല. അത് കാത്തിരിക്കുന്നുണ്ട് UDF നേതൃത്വം എന്നതും ഉറപ്പാണ്. ഇതെന്താണ് ഇത്ര ഇങ്ങനെ ഡിലേ ചെയ്ത് കൊണ്ടുപോകുന്നത്? ഇപ്പോഴും ചർച്ചകൾ നടക്കുകയാണ്. ഈ സമ്മർദ്ദം ഏതൊക്കെ വഴിയിലൂടെയാണ് സംഭവിക്കുന്നത്? എവിടെ ചെന്ന് നിൽക്കും? അതെ, ദിവിഷ മാധു, ഇത് പ്രശ്നമെന്ന് വെച്ചാൽ അൻവറിന്റെ വാർത്താ സമ്മേളനം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനം ഇതുപോലെ തന്നെയായിരുന്നു. ആദ്യ പകുതിയിൽ ഞാൻ എന്താണ് എന്നുള്ളത് പറയലായിരുന്നു അൻവർ. അതിനുശേഷമായിരുന്നു പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് കടന്നത്. ഇനിയിപ്പോൾ അൻവർ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിലാണ് അൻവർ പ്രകോപിതനാവുന്നത്. ഇതുവരെയും നിങ്ങളെ പടിവാതിൽക്കൽ നിർത്തിയിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം അൻവർ അങ്ങ് പൊട്ടിത്തെറിച്ചതും പിന്നീട് ഒറ്റയ്ക്ക് സ്ഥാനാർത്ഥിയായി നിർത്തുമെന്ന് പറയുന്നതും പടച്ച തമ്പുരാൻ തന്നെ സ്ഥാനാർത്ഥിയായി വന്നിറങ്ങുമെന്നൊക്കെ പറയുന്നതും അങ്ങനെ വൈകാരികമായി സംസാരിക്കുന്നത് ഈ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിലാണ്. ഇപ്പോൾ അൻവറിന് തോന്നുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, അൻവറിന് UDF-നൊപ്പം നിൽക്കുകയല്ലാതെ മറ്റ് മാർഗ്ഗങ്ങളുണ്ട് എന്ന് തോന്നുന്നില്ല. ഒറ്റയ്ക്ക് മത്സരിച്ചാൽ എത്രത്തോളം സാന്നിധ്യം ഇവിടെ അറിയിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ അൻവറിനൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് ചില ആശങ്കയുണ്ട്. അതൊക്കെ അൻവറിനെ ഇന്നലെ തന്നെ ഒപ്പമുള്ള ആളുകൾ അറിയിക്കുകയും ചെയ്തു. അതിനാൽ അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള സാധ്യത ഒരുപക്ഷെ ആത്മഹത്യാപരമായ ഒരു നിലപാടിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ് ഒപ്പമുള്ള ആളുകൾ പറയുന്നത്. അതോ ഇനിയിപ്പോൾ സ്ഥാനാർത്ഥിയെ നിർത്താതെ ഒരു സ്വതന്ത്രമായ നിലപാടെടുത്ത് ഇപ്പോൾ ഈ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമോ എന്നും അറിയില്ല. നിലവിൽ എന്തായാലും ഇവിടുത്തെ രാഷ്ട്രീയ ചിത്രം ചൂടുപിടിച്ചു കഴിഞ്ഞു. UDF-നെ സംബന്ധിച്ച് അങ്ങേയറ്റം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന തീരുമാനങ്ങളും അതോടൊപ്പം തന്നെ നിലപാടുകളുമാണ് അൻവറിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. അൻവർ അസോസിയേറ്റഡ് മെമ്പറാക്കിയാൽ അംഗീകരിക്കാമെന്ന് ആദ്യം പറയുന്നു, പിന്നീട് അത് പറ്റില്ല, ഘടകകക്ഷിയാക്കണമെന്നുള്ള നിലപാട് പറയുന്നു. അതോടൊപ്പം തന്നെ 2 സീറ്റിന്റെ കാര്യത്തിൽ അൻവർ ചില ഉപാധികൾ മുന്നോട്ട് വയ്ക്കുന്നു. തിരുവമ്പാടി, അതോടൊപ്പം തന്നെ മറ്റൊരു ലീഗിന്റെ കൈവശമുള്ള മറ്റൊരു സീറ്റ്, അങ്ങനെ ഉപാധികളൊക്കെ മുന്നോട്ട് വെച്ച് അൻവർ നീങ്ങുമ്പോൾ എങ്ങനെ അംഗീകരിക്കണമെന്നുള്ള കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പമുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അൻവറുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചിരുന്നു. ഇന്നലെ വൈകിട്ട് UDF-ന്റെ കൺവീനർ തന്നെ നേരിട്ട് വിളിച്ച് അസോസിയേറ്റ് മെമ്പറാക്കാം, UDF സ്ഥാനാർത്ഥിയെ പരസ്യമായി തള്ളിപ്പറഞ്ഞ നിലപാടൊന്ന് മാറ്റണം. ശരി.